തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹണി ട്രാപ്പ് വഴി ഓടി കാറും സ്വർണ്ണാഭരണങ്ങളും മൊബൈലുകളും തട്ടിയെടുത്ത കേസിൽ 3 പേർ അറസ്റ്റിൽ. നെയ്യാറ്റിൻകര സ്വദേശി കാർത്തിക്, പേയാട് സ്വദേശി അർഷാദ്, പാലോട് സ്വദേശി ആസിഫ് എന്നിവരാണ് അറസ്റ്റിലായത്. വിവരങ്ങളുമായി മാനസ ചേരുന്നുണ്ട്. മാനസ, എന്താണ് പോലീസ് പറയുന്നത്? അതിന് വെള്ളിയാഴ്ച രാത്രിയാണ് കാട്ടാക്കട മാറനല്ലൂർ രാജ്ഭവനിൽ അനുരാജിന്റെ ഓടി കാറും പണവും സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണുകളും തട്ടിയെടുത്തത് പരാതി ലഭിക്കുന്നത്. ഈ സംഭവത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഹണി ട്രാപ്പ് വഴിയാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയത് എന്ന് തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത്. യുവതിയെ ഉപയോഗിച്ച് കഴക്കൂട്ടത്തേക്ക് വിളിച്ചു വരുത്തി ഹണി ട്രാപ്പ് വഴിയായിരുന്നു യുവാവിന്റെ കാറും പണവും സ്വർണവും തട്ടിയെടുത്തത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് കാർ തട്ടിയെടുത്തതെന്നാണ് പോലീസ് പറയുന്നത്. എങ്കിൽ കൂടിയും 2 ആഴ്ച മുമ്പ് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട യുവതിയാണ് അനുരാജിനെ കഴക്കൂട്ടത്തേക്ക് വിളിച്ചു വരുത്തിയതെന്നും കഴക്കൂട്ടത്തെത്തിയ അനുരാജിന്റെ കാറിൽ യുവതി കയറി. ഇതേസമയം കാറിന്റെ ലൊക്കേഷൻ വാട്സ്ആപ്പ് വഴി പ്രതികൾക്ക് യുവതി കൈമാറി. അതിനു പിന്നാലെയാണ് ബൈപ്പാസ് ജംഗ്ഷനിൽ വെച്ച് ഈ അനുരാജിന്റെ ഇന്നോവ കാറിലെത്തിയ പ്രതികൾ തടഞ്ഞ് തട്ടിയെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് എന്നതാണ് അറിയുന്നത്. തുടർന്ന് കഴുത്തിൽ കത്തിവെച്ച് അനുരാജിനെ ഭീഷണിപ്പെടുത്തുകയും അനുരാജിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന 3 പവൻ വരുന്ന മാലയടക്കം പൊട്ടിച്ച് ശേഷം മർദ്ദിച്ച് പിന്നെ പ്രതികൾ കടന്നു കളഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നാലെ ഈ നെയ്യാറ്റിൻകര സ്വദേശിയെ ആലപ്പുഴയിൽ നിന്നുമാണ് കഴക്കൂട്ടം പോലീസ് അന്വേഷണത്തിന്റെ വിധേയമായി അറസ്റ്റ് ചെയ്യുന്നത്. ഏതായാലും നിലവിൽ 3 പേരാണ് സംഭവത്തിൽ പിടിയിലായിരിക്കുന്നത് എന്നാണ് പുറത്ത് വരുന്ന വിവരം. അതായത് നെയ്യാറ്റിൻകര സ്വദേശി കാർത്തിക്കും, പേയാട് സ്വദേശിയായ അർഷാദും, പാലോട് സ്വദേശിയായ ആസിഫുമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ആതിര. ശരി, വ്യക്തമാണ്. മാനസ മനോജാണ് വിവരങ്ങൾ നൽകിയത്.